ഹലോ, മിർഷാദ് വി സി വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്സ് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ഒരു ഷോർട്സ് ഞാൻ ഒരു ഗ്രീൻ സ്ക്രീൻ ചെയ്തൊരു ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇതേപോലെ ഞാൻ ഈ സ്ക്രീനിന്റെ സൈഡിൽ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ഷോർട്സ് കാണുമ്പോൾ നമ്മുടെ വീഡിയോ താഴെ ഒരു ചെറിയ ഇതിൽ റിയാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒരുപാട് ഷോർട്സുകൾ കണ്ടുണ്ടാവും. അത് എങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിൽ ചെയ്യാം, അതേപോലെ ആ ഒരു ഷോർട്സ് എങ്ങനെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇതേപോലെ കൊളാബ് ചെയ്ത വീഡിയോസാണ്, അതായത് ഈ ഗ്രീൻ സ്ക്രീൻ ചെയ്തത്. അങ്ങനെ നല്ല നല്ല കോമഡി സീനുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്ക് ചെയ്യുന്ന ഒരു വീഡിയോസ്, അതായത് ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസിന് ഞാൻ ഇതേപോലെ ഗ്രീൻ സ്ക്രീൻ ചെയ്തിട്ട് ഒരുപാട് ഷോർട്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. ആ വീഡിയോന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഷോർട്സിന് നല്ല വ്യൂവേഴ്സും കിട്ടും. പിന്നെ ഈ ഒരു ഷോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഈ ഒരു ഷോർട്സ് വീഡിയോയിലൂടെ, അതേപോലെ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഷോർട്സ് വീഡിയോസിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ചാനലിനെ സഹായിക്കും. എനിക്ക് എൻ്റെ ചാനലിൽ ഇപ്പോൾ 3400 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു. ആ ഒരു സബ്സ്ക്രൈബേഴ്സിൽ 90% ആളുകളും ഈ ഷോർട്സുകൾ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, അത് ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടും, ഈ ഷോർട്സിന് അത്യാവശ്യം നല്ല വ്യൂവേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഷോർട്സ് എടുക്കുക. അപ്പോൾ ഷോർട്സ് എടുക്കുമ്പോൾ ഇതേപോലെ ഓരോ ഷോർട്സുകൾ വരും. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ഷോർട്സ് ആണ് സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു ഓണത്തിൻ്റെ അതിൽ. അപ്പോൾ അതിൽ കൊളാബ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് 15 സെക്കൻഡ് ഉള്ളത് 60 സെക്കൻഡിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലിക്കാം. അപ്പോൾ ഇത് 54 സെക്കൻഡാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്ത് ഡണ്ണ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇതേപോലെ വരും. അപ്പോൾ അത് സ്ക്രീന് നമുക്ക് വേണ്ട രൂപത്തിൽ ചെറുതാക്കിയിട്ട് പരമാവധി ഏകദേശം ഒരു കാണുന്ന രൂപത്തിലാക്കിയിട്ട് നമുക്കൊരു കോർണറിൽ കൊടുക്കാം. എന്നിട്ട് ഈ ചുമപ്പ് ബട്ടൺ അമർത്തുക. അപ്പോൾ അത് നമ്മളും കൂടി ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്ന രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ കൊടുക്കാൻ പരമാവധി റിയാക്ഷൻ കൊടുക്കുക. ഞാനിതിൽ അങ്ങനെ കാര്യമായിട്ട് റിയാക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോക്ക് നമ്മൾ പരമാവധി എന്തെങ്കിലുമൊക്കെ നമ്മൾ റിയാക്ഷൻ കൊടുക്കുക. അതിൽ ഞാൻ ഓക്കെ, ഞാൻ മൈക്ക് ഇതിൽ ഓക്കെ, അപ്പം അത് ആയിക്കഴിഞ്ഞു. ഇനി ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കണം. ആദ്യം ഈ വെള്ള ടിക്ക് ഇടാം. ഇതിന് നമുക്കൊരു വോയിസ് ഓവർ കൊടുക്കണം. അതിന് ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. കാരണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിലുള്ള ആ ഒരു ഒറിജിനൽ ഓഡിയോവും നമ്മുടെ ഓഡിയോയും കൂടി മിക്സ് ആയിട്ട് ആ ഓഡിയോ ഒരു ക്ലാരിറ്റി കുറയും. അപ്പോൾ അതിലേറെ നല്ലത് ആ ടൈമിൽ നമുക്ക് ആ ഒരു ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് ഓഡിയോ കൊടുക്കാം, നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ച് ഒരു വീഡിയോനെ പറ്റിയൊക്കെ സംസാരിച്ച്, അപ്പോൾ അങ്ങനെ ഇത് ഫുള്ളാവുന്നത് വരെ അതിനുശേഷം ഈ വെള്ള ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ഒരു ഓഡിയോ വരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ, രണ്ട് ഓഡിയോയുടെയും വോളിയാണ് ഈ കാണുന്നത്. നമുക്ക് ഏതാണോ കുറക്കേണ്ടത് കൂട്ടേണ്ടത് എന്ന് നോക്കിയിട്ട് അതിന് കറക്റ്റ് വോളിയം വെച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് ടിക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വോളിയം വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കാം.
വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഇതിന് തമ്പനയിൽ പുറത്ത് വേറെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു ഇതിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഭാഗമാണോ തമ്പനയിലായിട്ട് കൊടുക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഈ ഒരു വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഇമോജിയാണ് കൊടുക്കുന്നത്, ആ ലൈക്കിൻ്റെ ഇമോജിയാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഇഷ്ടം പോലെ. ആ ഒരു വീഡിയോ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സെൻറ്റൻസിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അതിനുശേഷം അത് ഏത് ഭാഗത്താണോ വെക്കേണ്ടത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ വൈറ്റ് ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തംബ്നെയിൽ സെറ്റായി. പിന്നെ അതിന് ശേഷം ഇവിടെ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. ഈ വീഡിയോക്ക് അനുയോജ്യമായൊരു ടൈറ്റിൽ കൊടുക്കാം. ഈ ഒരു ടൈറ്റിൽ ഞാൻ എഴുതിയപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ എന്നുള്ള താ അങ്ങനെയല്ല, അത് പിന്നെ ഞാൻ ലാസ്റ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് അതിനുശേഷം സെലക്ട് ഓഡിയൻസിൽ കിഡ്സിൻ്റെ ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇത് അപ്ലോഡ് കൊടുത്തു. ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യേണ്ടത് YT സ്റ്റുഡിയോയിലാണ്. അപ്പോൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലോഡിങ് കൊടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ള സെറ്റിങ്സുകൾ മുകളിൽ പെൻ ബട്ടണിൽ അമർത്തി നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഗുഡ് ആർട്ട് വർക്ക് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ കുറച്ച് ഹാഷ്ടാഗുകളൊക്കെ കൊടുക്കാം. ഷോർട്ട് വീഡിയോ, മലയാളം, ട്രെൻഡിങ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് അത് നമുക്ക് എത്രയും കൊടുക്കാം. ഇവിടെ ഒരു 5 or 6 ഇത്രയും ഷോർട്സ് വീഡിയോകൾ കൊടുക്കാം. നമുക്ക് അത്യാവശ്യം ഷോർട്സ് ഉപയോഗിച്ച് ഷോർട്സുകൾ നോക്കുക. ഇത് കണ്ടോ, ഈ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞതൊക്കെ 12 മില്യൺ ആൾക്കാർ ഉപയോഗിച്ച ഒരു ഹാഷ്ടാഗാണ്. അങ്ങനെ നമുക്കതിന് അനുയോജ്യമായ ഹാഷ്ടാഗുകൾ എത്രയാണോ, ഒരു 6 or 7 or 8 or എത്ര ഒരു 10 വരെയൊക്കെ എത്രയും കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട, ഒരു 5 or 6 ഒക്കെ മാക്സിമം അതിന് യോജ്യമായ ഹാഷ്ടാഗുകൾ കൊടുക്കുക. അതിനുശേഷം റിലേറ്റഡ് വീഡിയോ, നമുക്കിതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണോ വീഡിയോ, ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു ലോങ് വീഡിയോ ഉണ്ട്, അപ്പോൾ അതാണ് റിലേറ്റഡ് വീഡിയോ കൊടുത്തത്. അതിനുശേഷം നമുക്ക് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ പ്ലേ ലിസ്റ്റ് ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്ലേ ലിസ്റ്റുകളാണ്. അപ്പം ഞാൻ തൽക്കാലം പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ പ്ലേ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് റിമിക്സ് ചെയ്യേണ്ടത് ഓഡിയോ വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കുന്നത്, അത് ഞാനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അൾട്ടേഡ് കണ്ടന്റ് ആണോ എന്ന് ചോദിക്കേണ്ടത്, അത് നോ കൊടുത്തു. പിന്നെ ഇതിൽ നമ്മുടെ കാറ്റഗറി എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ കൊടുത്തത്. പിന്നെ അടുത്തത് ടാഗ്സ് കൊടുക്കാനാണ്. അതിൽ ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നമുക്ക് ടാഗ്സ് ആയിട്ട് കൊടുക്കാം. മലയാളം, ആർട്ട് വർക്ക്, അങ്ങനെ ഈ ഒരു വീഡിയോക്ക് അനുയോജ്യമായ കുറച്ച് ടാഗുകളാണ് ഞാൻ കൊടുക്കുന്നത്. ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇത് നമുക്ക് ഒരു 5 or 6 or 7 ഇത്രയും കൊടുക്കാം. അപ്പം ഞാൻ തൽക്കാലം ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേവ് ആയി. അപ്പോക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. എൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ നോണാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യുക, എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക.
അതിനുശേഷം അൺലിസ്റ്റഡിൽ നിന്ന് പബ്ലിക് ആക്കി വീഡിയോ സേവ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. പബ്ലിക് കാണാം, റെസ്ട്രിക്ഷൻസ് നോൺ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം. ഉണ്ടോ, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നോ വ്യൂവേഴ്സ് ആണ് കാണിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ യഥാർത്ഥ എന്ന് എഴുതിയ ഒരു ത എനിക്ക് എഴുതിയത് പേച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ വെച്ച് എഡിറ്റ് ചെയ്യാണ്. നമുക്ക് എന്ത് മാറ്റങ്ങളും എന്തെങ്കിലും പിഴവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മാറ്റാം. അപ്പോൾ ഒരു ത, ഈ ഒരു ത ആണ് വരിക. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം സേവ് കൊടുക്കാൻ മറക്കരുത്. സേവ് ചെയ്താൽ നമ്മൾ എന്താണോ മാറ്റം വരുത്തിയത് ആ ഒരു മാറ്റം ഈ ഒരു വീഡിയോയിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുന്നൊരു രീതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.